ഒരു രാജ്യത്തിന്റെ സമാധാനം ആ രാജ്യത്തിന്റെ ശത്രുക്കളുടെ ശക്തിയെ ആശ്രയിച്ചിരിക്കും. ഇന്നലെ അർദ്ധരാത്രിയിൽ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ലബനന്റെ തെക്കൻ അതിർത്തിയിലേക്ക് കടന്നു കയറി വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളകളുടെ ആയുധങ്ങൾ പുനഃസംഘടിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് ലബനൻ ഗ്രാമങ്ങളായിട്ടുള്ള ഡീർകെഫ്, ചെഹോർ, ഐനാറ്റ്, ടയർ, ഫിൽസായ് എന്നീ 4 ലബനൻ ഗ്രാമങ്ങളിലാണ് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ 4 ഗ്രാമങ്ങളിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ പ്രതിരോധ സേന കൃത്യമായിട്ടുള്ള ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണം നടക്കുന്നതിന് മുൻപ് സാധാരണക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തീവ്രവാദ കേന്ദ്രങ്ങളുടെ പുനരുജ്ജീവന ശ്രമങ്ങൾ തടയാൻ IDF സേന ലബനന്റെ തെക്ക് ഭാഗത്തുള്ള 1 ഡസനിലധികം സൈറ്റുകളിൽ നവംബർ 6 ആക്രമണം നടത്തിയിരുന്നു. അതിന്റെ ആ ഓപ്പറേഷനുകളുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി തന്നെയായിട്ടുള്ള ഹിസ്ബുള്ള 2023 ഒക്ടോബർ മുതൽ ഇസ്രയേലി വീടുകളിലേക്ക്, ഇസ്രയേലിലെ നഗരങ്ങളിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ തൊടുക്കുകയും സാധാരണക്കാരെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ജനസംഖ്യയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നിട്ടുള്ള ലബനൻ 1975 1990 ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യമായി മാറിയത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയുടെ 60% ഉണ്ടായിരുന്നു ലബനനിൽ. എന്നാൽ കുടിയേറ്റം, മുസ്ലിം ജനസംഖ്യയുടെ ഉയർന്ന പ്രത്യുൽപാദനം തുടങ്ങിയ ഘടകങ്ങൾ കാരണം ക്രിസ്ത്യൻ പങ്കാളിത്തം ക്രമേണ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് 1982 ഇറാൻ പിന്തുണയുള്ള ഷിയ സായുധ സംഘമായിട്ടുള്ള ഹിസ്ബുള്ള രൂപം കൊള്ളുന്നത്. ഇസ്രയേൽ സേനയെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാന്റെ പിന്തുണയോടെ തുടങ്ങിയ ഈ സംഘടന ഇപ്പോൾ രാജ്യത്തിനുള്ളിലെ രാജ്യമായി മാറിയിരിക്കുകയാണ്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി മാറി. ആ മേഖലയെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു വെല്ലുവിളി ആണ് ഇപ്പോൾ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. 2024 നവംബറിലെ വെടിനിർത്തൽ ഉടമ്പടി പ്രകാരമുള്ള യഥാർത്ഥ നിരായുധീകരണം വേണമെന്നുള്ളതാണ് ഇസ്രയേലിന്റെ ഡിമാൻഡ്. വ്യോമാക്രമണത്തിന് ശേഷവും ഹിസ്ബുള്ളയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ നിലപാട് വ്യക്തമാണ്. എന്നെങ്കിലും തക്കം കിട്ടുമ്പോൾ കുത്തിക്കൊല്ലാൻ വേണ്ടി കയ്യിൽ കത്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അയൽക്കാരനുമായി തോളോട് തോൾ ചേർന്ന് നിന്ന് സമാധാനം സംസാരിക്കാനാകില്ല. മുഷ്ടിക്ക് മുഷ്ടിയുടെ ഭാഷ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് ഹിസ്ബുള്ളയായാലും ഹമാസ് ആയാലും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.